വെൺപ്രാവുകൾ നീ ചേരുമീ സിന്ദൂരം ചാലിച്ച സന്ധ്യയിൽ സമ്മോഹനം ഈ സാരംഗിയിൽ ഒഴുകുന്ന സംഗീതം നീയോ ഒരു വിൺമേഘമിന്നെൻ്റെ ഉള്ളിൽ ചിരി തൂകുന്ന പൂന്തിങ്കൾ ചാരി അതിലോലം അതിലൂറും തേൻമുത്തു നീയോ. സാഹിത്യം ഇത്തിരി കൂടിപ്പോയി എന്ന് പറഞ്ഞ് സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വരികളാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ ഒഴിവാക്കപ്പെടലിന് പിന്നിൽ ചില കഥകളുമുണ്ട്. അപ്പോൾ ഈ വരികൾ എഴുതിയ ആളിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു വലിയ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമുള്ള ആളല്ലത്. കാരണം ആ ആൾ വരികൾ എഴുതുന്ന ലിറിസിസ്റ്റ് മാത്രമല്ല, ഒരു ആക്ട്രസ്സാണ്, അതിനേക്കാളുപരി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, RJ ആണ്, കോർപ്പറേറ്റ് ട്രെയിനറാണ്, ഒരു വക്കീലാണ്. അങ്ങനെ ഒരുപാട് പദവികൾ ചാർത്തിക്കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം. ആ ആളിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഒരൊറ്റ സിനിമ, ആ സിനിമയിലൂടെ ഒരുപാട് പേരിലേക്ക് എത്തി. ആ സിനിമയിലെ ആ സീൻ നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതൊരു ചർച്ചാ വിഷയമാണ്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് മഞ്ജുവാണി എന്ന് പറയുന്ന ആ സകലകല വല്ലഭയാണ്. വെൽക്കം ടു ഓപ്പൺ ഹാർട്ട്. താങ്ക് യു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഒരു പാട്ട്, ആ പാട്ട് എഴുതി ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ആളത് സാഹിത്യം കൂടുതലാണ്, ഇത് സിനിമയ്ക്ക് പറ്റില്ല, വിയേർഡായിട്ടുള്ള കുറേ കമൻസ് ആണ് അതിന് കിട്ടിയത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അല്ല, ഇത് എൻ്റെ മനസ്സിൽ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആരോട് ചോദിക്കും, ആര് കേൾക്കാനാണ്? കാരണം ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം വളരെയധികം ഹിറ്റായ ഒരു പാട്ടാണിത്, പിന്നീട് സിനിമയിൽ വന്നപ്പോഴേ. അപ്പോൾ ഞാൻ എഴുതിയ വരികൾ ആ ഗായികയും കൂടെ ആയതുകൊണ്ട് ആ ട്യൂണിൽ പാടി ഒരു വീഡിയോ ചെയ്താലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പിന്നെ ഇറ്റ് വിൽ ലോട്ട് ഓഫ് ഒത്തിരി ആളുകളെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുകയും ഒത്തിരി ആളുകളുടെ അപ്രീതി നമുക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ലാത്ത ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് എനിക്ക് ദോഷകരമാവും എന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ള ചാൻസസ്, എൻ്റെ ഓപ്പർച്യൂണിറ്റി, എൻ്റേതായിട്ടുള്ള പ്ലാറ്റ്ഫോം എത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ചോദിച്ചത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആക്ച്വലി ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ എന്നോട് നേരിട്ട് പാട്ട് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറോ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആ സിനിമയുടെ റൈറ്റർ, സ്ക്രിപ്റ്റിൻ്റെ 2 പേര് ചേർന്നാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിലൊരാൾ ആ കാലഘട്ടത്തിൽ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കവിതകൾ എഴുതും എന്നുള്ളത് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഞങ്ങൾ ഒരു സൗഹൃദ സംഭാഷണത്തിൻ്റെ ഇടയിൽ ആളിങ്ങനെ പറഞ്ഞു, ഇതുപോലെ നല്ലൊരു പാട്ടുണ്ട്, അത് മെയിൽ സോളോ ആണ്, പക്ഷെ ആരും എഴുതിയിട്ട് അതങ്ങോട്ട് ഒക്കുന്നില്ല, നീ നല്ലപോലെ എഴുതുന്നില്ല, നിനക്കൊന്ന് ട്രൈ ചെയ്തൂടെ, 80കളുടെ ഒരു നിശബ്ദ പ്രണയം ആണ് എന്ന് പറഞ്ഞു. മെയിൽ സോളോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നി. കാരണം ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ പ്രണയവികാരങ്ങൾ കവിതയായിട്ട് പകർത്തുക, അതും 80കളിലെ എന്ന് പറയുമ്പോൾ തന്നെ കവിതയാണ്, കവിതയ്ക്ക് പ്രാധാന്യമുണ്ട്. നല്ലൊരു മെലഡി ആയിരുന്നു, ഞാൻ പറഞ്ഞില്ല, നല്ല സൂപ്പർ ഹിറ്റായിട്ട് പിന്നീട് വന്നൊരു പാട്ടാണ്. അപ്പം ഇതെല്ലാം എനിക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു റൈറ്ററിനെ എപ്പോഴും അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ പാട്ട് എഴുതി, ട്യൂൺ തന്നു, പാട്ട് എഴുതി. അപ്പോൾ പുള്ളിയും ഞാനുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ, വേറെ ആ ക്രൂവിലെ ആരുമായിട്ടും എനിക്ക്. അപ്പോൾ എന്താണ് ആക്ച്വലി നടന്നതെന്ന് സത്യത്തിൽ ഇന്നും എനിക്കറിയില്ല. അപ്പോൾ പുള്ളിയുടെ ഭാഷ്യം മാത്രമാണ് എനിക്കറിയുള്ളൂ, അതിലെത്ര സത്യമുണ്ടെന്നും ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പം ഞാൻ എഴുതി കൊടുക്കുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയായി. പുള്ളി പറയുന്നത് ക്രൂവിന് എല്ലാവർക്കും ഇഷ്ടമായി, ഫ്ലാറ്റിൽ ഞങ്ങളിത് പാടി നടക്കുകയാണ് ഈ വരികൾ. പക്ഷേ ഡയറക്ടർ ഒരു അഭിപ്രായം പറഞ്ഞു, കുറച്ചും കൂടെ സാഹിത്യം കുറച്ച് ഹെവിയാണ്, കുറച്ചുകൂടെ ഒന്ന് ലൈറ്റാക്കി എഴുതാമോ? ഞാൻ പറഞ്ഞു പിന്നെ എന്താ, ഞാൻ ട്രൈ ചെയ്യാമല്ലോ. കാരണം എനിക്കിത് നമ്മൾ ലേണിംഗ് ആണ്, നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പഠിക്കാൻ അതിൽ നിന്നുണ്ടാവുമല്ലോ.
ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഗാനരചന നടത്തുന്നത് 2000-ൽ നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹിന്ദി പേട്രിയോട്ടിക് ആൽബത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഹിന്ദിയിലാണ് എൻ്റെ കവിതകൾ ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത്. അമ്മ ഹിന്ദി പ്രൊഫസറായിരുന്നു. എനിക്ക് ഹിന്ദി ഒരു വലിയ താല്പര്യമുള്ളൊരു ഭാഷയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി കവിതാ രചനയ്ക്ക് 1ാം സ്ഥാനം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ ആ ഒരു പേട്രിയോട്ടിക് മീരാ വത്തൻ പ്യാരാ വത്തൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആ പാട്ടിൻ്റെ വരികൾ തന്നെയാണ് ആൽബത്തിൻ്റെ ടൈറ്റിലും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ 2015 ആ ഒരു 16 കാലഘട്ടത്തിലാണ് പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾ പറയണത്. അപ്പോൾ അതും സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, കാരണം ജനകീയമായിട്ടുള്ളൊരു മീഡിയമാണ് സിനിമ. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടുകൂടി റീറൈറ്റ് ചെയ്തു. അപ്പോഴും പക്ഷെ പറയണത്, അപ്പോൾ സന്ദീപ് ഇപ്പോൾ ആദ്യം വായിച്ച വരികളെന്ന് പറയണതാണ് ഞാൻ രണ്ടാമത് അവരുടെ ആവശ്യപ്രകാരം തിരുത്തി എഴുതുന്നത്. അപ്പോൾ അതും വളരെ ഹെവിയാണ്. അവർ പറഞ്ഞത് എക്സാക്ട്ലി അവരുടെ വാക്കുകൾ, ഈ എൻ്റെ ഈ സുഹൃത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഡയറക്ടർ പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ഇത് ദഹിക്കില്ല, ഇത്രയും സാഹിത്യം ദഹിക്കില്ല. അപ്പം ഞാൻ, അതായത് നമ്മൾ കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു. അപ്പോൾ ഈ കർണികാരം എന്താണെന്ന് ഒരു പക്ഷേ എത്ര ശ്രോതാക്കൾക്ക് അറിയാം എന്നുള്ളത് ചിന്തിക്കാതെ തന്നെ ഇത് എത്ര പേര് ആസ്വദിച്ച പാട്ടാണെന്ന് മാത്രം ചിന്തിച്ചാൽ തന്നെ അത്രയ്ക്കൊന്നും ഹെവി ആയിട്ട് എഴുതാനുള്ള കഴിവ് എനിക്കില്ല. ഒന്ന്, അത്ര ഹെവി ആയിട്ടല്ല. ഇപ്പം സമ്മോഹനം, സാരംഗിയിൽ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ വളരെ നോർമലായിട്ടുള്ള ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് എന്താണ് ഇതിൽ ഹെവിനെസ്, എന്താണ് സാഹിത്യത്തിന് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം ഇതാണ്: സംഗീതം ആസ്വദിക്കുന്ന സാധാരണ ജനങ്ങൾ, അവർക്ക് ഇന്നതാണ് ദഹിക്കുക അല്ലെങ്കിൽ ഇന്നത് ദഹിക്കില്ല എന്ന് ഒന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരിടത്ത് മാറിയിരുന്ന് അവർ വിധിക്കുകയാണ്. അത് എത്രത്തോളം അത് ശരിയാണ്? അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിൽ സന്ദീപ് എൻ്റെ ഈ വരികൾ വായിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ അത് മനസ്സിലാഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് മ്യൂസിക് പോട്ടെ, ഏത് മ്യൂസിക്കാണെന്നൊക്കെ ആളുകൾ ചിലപ്പം എന്താ മ്യൂസിക് പറയാത്തത്, എന്താ സിനിമ പറയാത്തതൊക്കെ ആളുകൾ പറയും. അതല്ലല്ലോ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഇത് അത്രയ്ക്ക് ദഹിക്കാത്ത സാഹിത്യമാണോ? അത് മാത്രമാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആ വരികൾ കേട്ടിട്ട് ഈ കേൾക്കുന്ന ശ്രോതാക്കൾ അല്ലെങ്കിൽ ഇതിൻ്റെ വ്യൂവേഴ്സ്, അവർക്ക് ഇത് ഹെവി ആയിട്ടുള്ള ഒരു സാഹിത്യമാണോ അല്ലയോ എന്നുള്ള ഒരു കമൻറ്റിലൊക്കെ ഒന്നും എനിക്ക് വായിക്കാൻ പറ്റിയാൽ അതും എൻ്റെ ഒരു ലേണിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് മാത്രം കണ്ടിട്ട് മാന്യ പ്രേക്ഷകർ ഇതിനൊരു മറുപടി തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഈ അണിയറ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ സിനിമയെ ഏതാണെന്ന് പറയാൻ താല്പര്യമുണ്ടോ? ഇല്ല, കാരണം പശുവും ചത്തു മോരിലെ പുളിയും പോയി. പക്ഷെ ഇതിൽ വേറൊരു രസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഹെവിയാണ് എന്ന് വീണ്ടും പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഒന്നുകൂടെ എഴുതണം എന്ന് പറഞ്ഞു. ചാൻസ് തരുന്നുണ്ട്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ആ സമയത്താണ് ഞാൻ ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിക്കാനുള്ള എൻ്റെ ഡേറ്റിങ്ങിന്. അപ്പോൾ എനിക്കാണെങ്കിൽ അഭിനയമൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് മുമ്പ് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ എനിക്ക് രാത്രിയിൽ ഉറക്കം വരാതിരിക്കുന്ന ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു ലിറ്റററി ഒരു സ്പേസ് ഇല്ല, അവിടെ എഴുതാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു 2 ആഴ്ചത്തെ സമയം തരാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ അഭിനയം എന്ന് പറയുന്ന ഈ ടാസ്ക് ഒന്ന് തീർത്തിട്ട് ഞാൻ ഇതിലിരിക്കാം, ഇനിയും എഴുതാം. കാരണം നിങ്ങളുടെ തൃപ്തി വരുന്നവരെ ഞാൻ എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്കും കൂടുതൽ അത് എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതില്ല, സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്കത് എഴുതാൻ ഇത്രയും എനിക്ക് പറ്റിയല്ലോ, സന്തോഷം, നിങ്ങൾ ആരെങ്കിലും കൂടെ എഴുതിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഇതേ സുഹൃത്ത് മ്യൂസിക് ഡയറക്ടർ ഡമ്മി പാടുമല്ലോ ഈ സിംഗറിന് വേണ്ടിയിട്ട്, ആ സംഭവം എനിക്ക് അയച്ചു തരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഡയറക്ടർക്കോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആക്ടർക്കോ ഒക്കെ അറിയുമെന്നും എനിക്കറിയില്ല. അപ്പം അയച്ചു തന്നപ്പോൾ ഒരു എൻറ്റയർ വരി, പിന്നെ അവിടെയൊക്കെ ചില വാക്കുകൾ ഞാൻ എഴുതിയ പാട്ടിൽ നിന്ന് വരികൾ ഉണ്ട് അതിൽ. അപ്പോൾ ഞാനത് എജിറ്റേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത് സാധ്യമല്ല, ഒന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സമയം തരൂ,
എന്നെ കൊണ്ട് നിങ്ങളുടെ തൃപ്തി വരണവരെ എഴുതിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി യു ഡിലീറ്റ് എവറിത്തിങ്. നിങ്ങൾ വേറൊരാളുടെ കഴിവാണ്, അയാളുടെ കഴിവിൽ എൻ്റെ കുറച്ച് അയാളെ ഇൻസൾട്ട് ചെയ്യണതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് അതാക്കി. പിന്നീട് വളരെ നമുക്കൊക്കെ ഇഷ്ടമുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നീട് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം മറ്റത് വേറെ ആരോ എഴുതിയതിലാണ് ഇത് കുത്തിക്കയറ്റിയെന്ന് തോന്നുന്നു. ഏതായാലും അവിടെയും ഞാൻ എഴുതിയ ഒരു വാക്ക് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ പുള്ളി, ഈ ഗാനരചയിതാവ് എന്തായാലും പുള്ളി വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. എനിക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വലിയ ഇഷ്ടമാണ്. അപ്പം എങ്ങനെയാവും ആ ഒരു വരി, ആ ഒരു വാക്ക് അവിടെ വന്നത് എന്നറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡബിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിനെ ഞാൻ കണ്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നപ്പം മറ്റ് പിന്നാമ്പുറ കഥകളൊന്നും പറയാണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആ ഒരു വാക്ക് ആ ട്യൂണിന് വളരെ സൂട്ടബിളായിട്ട് നല്ല സുഖമായിട്ട് എനിക്ക് തോന്നി, എങ്ങനെയാണ് അത് എഴുതിയത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറയുകയാണ്, ഞാൻ അതി എന്ന് തുടങ്ങുന്ന ഒരു വാക്കാണ്. അപ്പോൾ അതി ചേർത്തിട്ട് ഞാൻ പല വാക്കുകളും എഴുതി. എന്ത് ചെയ്താൽ ഡയറക്ടർ അത് ഇത് ശരിയായിട്ടില്ല അങ്ങനെ എഴുതി ഞാൻ ഒരു ഭ്രാന്തിൻ്റെ വക്കിലായി. അവസാനം എങ്ങനെയോ ഈ പർട്ടിക്കുലർ വാക്ക് എഴുതി കഴിഞ്ഞപ്പോൾ ഇത് മതി. അപ്പം ഞാൻ ചിരിച്ചു. അപ്പോൾ നമ്മളുടെ ഇനിഷ്യലി ഞാൻ എഴുതിയ ഒരു വാക്കേ ഉള്ളൂ, ഇതിലെന്താ അത്ര വലിയ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാട്ട് എഴുതുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്യൂണിന് അതിൻ്റെ മീറ്റർ, അതിൻ്റെ കയറ്റിറക്കങ്ങളുണ്ടല്ലോ ഒരു ട്യൂണിന്, അതിനനുസരിച്ച് നമ്മൾ തരുന്ന സിറ്റുവേഷനും കൂടെ ചേർത്തിട്ട് നമ്മൾ അതിലൊരു വാക്ക് കൊണ്ടെത്തിക്കുകയാണ്. അത് വളരെ ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫ്ലോ ആണ് ചിന്തകളുടെ. അതിൽ വളരെ ഓർഗാനിക്കായിട്ട് നടക്കുന്നൊരു സംഭവത്തിനെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് ആ പുള്ളിയുടെ തല പുള്ളിയുടെ നൈസർഗികമായിട്ടുള്ള ഒരു ചിന്താധാരയിൽ അത് വന്നിട്ടില്ല. അത് ഒരുപക്ഷെ നല്ലതായിരുന്നിരിക്കാം പുള്ളി എഴുതിയത്, പക്ഷേ ഡയറക്ടർക്ക് ഈ വാക്കാണ് ഇഷ്ടമായത്. പക്ഷേ ഈ വാക്ക് എഴുതുമെന്ന് അദ്ദേഹത്തിനോട്, പുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൈറ്റർ ആയതുകൊണ്ട് പുള്ളിയോട് പറയാൻ പറ്റില്ല. അതും കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് അതങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത്, അതൊക്കെ എത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രൂരതയല്ലേ, ആ വ്യക്തി ആ ഗാനരചയിതാവിനോട് ചെയ്ത ക്രൂരതയല്ലേ അതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പേഴ്സണലി എൻ്റെ ഒരു വലിയ നഷ്ടമാണ് എനിക്ക് ആ ഒരു ചാൻസ് കിട്ടാനത്. അത് ആക്ച്വലി എനിക്കൊന്നത് പുതിയ സംവിധാനം കൂടെ ആയിരുന്നല്ലേ, പുള്ളിയുടെ ഫസ്റ്റ് സിനിമയായിരുന്നു, പുള്ളിയുടെ രണ്ടാമത്തെ സിനിമ. എന്നിട്ട് എനിക്കൊരു ഔദാര്യം എന്നുള്ള പോലെ എൻ്റെ ഈ സുഹൃത്ത്, അതോടുകൂടി ആ സൗഹൃദം അവിടെ ഞാൻ നിർത്തി, എന്നോട് പറഞ്ഞത് ടൈറ്റിൽ കാർഡിൽ താങ്ക്സ് കാർഡിൽ താങ്ക്സ് കാർഡ് തരാം. അന്ന് എനിക്ക് താങ്ക്സ് കാർഡ് എന്താന്ന് പോലും അറിയില്ല. പക്ഷെ എന്താ താങ്ക്സ് കാർഡ് എന്ന് ചോദിച്ചപ്പോൾ അപ്പം അന്നത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു, സത്യനന്ദഗഡ് സാറിനെ പോലെയുള്ളൊക്കെ വല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെയൊക്കെ സിനിമയിൽ ഈ പറയുന്ന സാധനം പിന്നെയും മനുഷ്യർ കുത്തിയിരുന്ന് വായിക്കും. ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ ആരാണ് ഈ താങ്ക്സ് കാർഡ് വായിക്കാൻ പോണത്? അതുകൊണ്ട് മഞ്ജുവാണി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ലിറിസിസ്റ്റ് എന്നുള്ള പ്ലാറ്റ്ഫോമിന് എന്ത് മൈലേജാണ് കിട്ടാൻ പോണത്? താങ്ക്സ്, നന്ദി എന്ന് പറഞ്ഞിട്ട് മഞ്ജുവാണി ഭാഗീരഥ അന്ന് മഞ്ജുവാണി മാത്രമാണ് മഞ്ജുവാണി. അതുകൊണ്ട് എന്താണ് എനിക്കൊരു മൈലേജ് കിട്ടുന്നത്? അപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കണത്? അപ്പോൾ പറഞ്ഞു, അവർക്കൊന്നും അറിയില്ല, ഞാനായിട്ടാണല്ലോ തനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്, അപ്പോൾ തനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശായിട്ട് ഞാൻ തരുന്നത് വേണ്ട. അതെ, അത് പോട്ടെ. അതൊരു ചതി. മറ്റൊരു ചതി ഞാൻ കേട്ടിട്ടുള്ള ഈ ശബ്ദം എന്റേതാണെന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലെ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന് ഫുൾ സൗണ്ട് ശബ്ദം കൊടുത്തിട്ട് ആ ശബ്ദം എന്റേതാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതൊന്നല്ല, അത് എൻ്റെ ഡബിങ്ങിന്റെ തുടക്കത്തില് കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ നമ്മുടെ രാജശ്രീ നായർ, അവർ ഒരു സെക്കൻഡ് ഹീറോയിനാണ്, ഒരു ജേർണലിസ്റ്റാണ്, ഒരു ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രം, സിദ്ദിഖ് ചേട്ടനൊക്കെ അഭിനയിച്ചിട്ടുള്ള. അപ്പോൾ അതിൽ പുള്ളിക്കാരത്തേക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്തു. പക്ഷേ നമ്മുടെ അതിന് ക്രെഡിറ്റ് ഉണ്ടായിരുന്നില്ല സിനിമയിൽ. അന്ന് ഞാൻ ഡബിങ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വിഷമം പറഞ്ഞു, നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിച്ച ഒരു കോമൺ ഫ്രണ്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്ക് അതിൽ എൻ്റെ പേരൊന്നുമില്ല എന്ന് പറയും. പിന്നെ പറയുമ്പോൾ നമുക്ക് പറയാം ഞാനാണ് ചെയ്തത്, അത് ആർക്കും നെഗേറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും പ്ലക്കാർഡും പിടിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കാം, അത് ഞാൻ ചെയ്തതാണ്, എവിടെ സിനിമയുടെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേരില്ല എന്നുള്ളത്. പക്ഷെ പിന്നീട് ഞാൻ വർക്കുകളൊക്കെ ചെയ്ത് അത് പിന്നെ എനിക്ക് സിനിമ എടുത്ത് പറയാം, എൻ്റെ കാക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്നുള്ള സിനിമ. അപ്പോൾ ഞാൻ ലക്ഷ്മി രാമകൃഷ്ണന് വേണ്ടിയിട്ട്
ജേക്കബിന്റെ സ്വർഗരാജ്യം ചെയ്തത് ഭയങ്കര ഒത്തിരി ആളുകൾ അപ്രീസിയേഷൻ കിട്ടിയ ഒരു വർക്കാണ്. കാരണം അയാൾ നല്ല ബോൾഡ് ആയിട്ടുള്ള ശബ്ദമാണ് വന്നിരിക്കുന്നത്. ആ ഒരു സിനിമയിൽ പുള്ളിക്കാരിക്ക് നല്ല ബോൾഡ് ആയിട്ടുള്ള ശബ്ദം കൊടുത്തിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് അതിന്റെ ഒരു ശബ്ദം ആ ഒരു പോർഷൻ കേൾക്കാൻ വേണേ, അത് നമുക്ക് ഇത് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അതിലും ഈ പറഞ്ഞ ഞാൻ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പം വിനീത് എന്നോട് പറഞ്ഞു, അയ്യോ ചേച്ചിയുടെ വോയിസ് വളരെ കൊച്ചു പെമ്പിള്ളേർക്ക് സൂട്ടാൻ, കുഞ്ഞു വോയിസാണ്, ഇത് കുറച്ച് ബോൾഡ് ആയിട്ടുള്ളതാണ്, അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ക്യാരക്ടർ നോക്കാം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പിന്നീട് അന്ന് തന്നെ വൈകിട്ട് നാളെ വരൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ആയിരിക്കും. അങ്ങനെ ചെന്നപ്പോൾ വീണ്ടും ലക്ഷ്മി രാമകൃഷ്ണൻ്റെ ഇതാണ് റോളാവണം. അപ്പം ഞാൻ വിനീതിനോട് ചോദിച്ചു, അപ്പം ഇതെങ്ങനെയാണ്? അപ്പോൾ അല്ല ചേച്ചി, നമുക്കൊന്ന് സൗണ്ട് ഒന്ന് ഡൗൺ ടോൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബേസിൽ അങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളത് ആ ഒരു ബോൾഡ്നെസ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം പോലും എൻ്റെ വോയിസിൽ എനിക്ക് ഡബ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പറയുമ്പോൾ ഞാൻ വിഷ്ണുപ്രിയ, അഭിരാമി, കനിഹ ഇവർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് വലിയ എഫേർട്ടില്ല, കാരണം എൻ്റെ വോയിസിൽ എനിക്കങ്ങ് പറഞ്ഞാൽ മതി. പക്ഷേ ഊർമിള ഉണ്ണി, അങ്ങനെ കുറച്ച് ഈ ബോൾഡ് പ്രിൻസിപ്പൽ എന്നുള്ള ഒരു ക്യാരക്ടറാണ് നോൺസെൻസ് എന്ന് പറയുന്ന സിനിമയിൽ. അങ്ങനെ കുറച്ച് പ്രായമുള്ളവരും കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് വേണ്ടിയാണ് കൂടുതലും എനിക്ക് അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ജേക്കബിൻ്റെ സ്വർഗരാജ്യം വളരെ ഹിറ്റായി. എനിക്കറിയാൻ കഴിഞ്ഞത് എൻ്റെ കാക്കാക്ക് ഒരു പ്രേമുണ്ടായിരുന്നു എന്നുള്ള സിനിമയിൽ ഈ പറഞ്ഞ പോലെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു മാരേജ് കൗൺസിലർ കോടതിയുടെ അങ്ങനെ ഒരു റോളാണ് ലക്ഷ്മി രാമകൃഷ്ണൻ അതിൽ ഹാൻഡിൽ ചെയ്യണം. അപ്പം വേറൊരാൾ ചെയ്തു പോയി. പക്ഷേ ഡയറക്ടർക്ക് ജേക്കബിൻ്റെ സ്വർഗരാജ്യം ആ ഒരു സംഭവം വേണം എന്ന് പറഞ്ഞിട്ട് എന്നിലേക്ക് അത് വീണ്ടും ആ ഒരു ഓഫർ വരികയായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്തു. എനിക്കും ഭയങ്കര ഇഷ്ടം, കാരണം ഞാൻ ബീങ് എ ലോയർ അതിൽ ഭയങ്കര ഇങ്ങനത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് നമ്മൾ പറയണത്. അങ്ങനെ ചെയ്തു വന്നു. പക്ഷെ സിനിമ കണ്ടപ്പോൾ പേരില്ല. അതെന്നെ വിഷമിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്ക് ശേഷം നമ്മുടെ പേര് വിട്ടു പോവുക എന്നുള്ളത്. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു ഇതിൻ്റെ അല്ല, അങ്ങനെ ആരുടെയും പേര് വരിക എന്നുള്ളതല്ല, നമ്മുടെ പേര് മിസ്സായിപ്പോയി. അത് ഒരു ഇൻഅഡ്വർട്ടൻ്റ് എറർ എന്നൊക്കെ നമ്മൾ ക്ലറിക്കലി നമ്മൾ പറയും. അതായത് മനഃപൂർവ്വമല്ല. ഇപ്പോൾ നമ്മൾ ഇത്തരം ക്രെഡിറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത് നമ്മൾ എൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടാവും, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കുറവ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്താൽ, കാരണം പല തിരക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാനതൊരു പരാതിയായിട്ട് പറയുകയല്ല. പക്ഷേ അങ്ങനെ നമ്മുടെ പേര് വിട്ടു പോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് മാനസികമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മനസ്സ് തുറന്ന് ഇത് ഞാൻ ചെയ്തതാണല്ലോ എന്ന് ഒരാളോട് പറയുമ്പോൾ അവർ പോയിട്ട് നാളെ സിനിമയുടെ ക്രെഡിറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കള്ളം പറഞ്ഞതാണ് എന്നുള്ള ഇത് വരില്ലേ എന്നുള്ളൊരു ചിന്ത. ടോട്ടൽ പണി കിട്ടിയിട്ടേ ഉള്ളല്ലേ സിനിമ കുറേ സ്ഥലങ്ങളിൽ നിന്ന്? അല്ല, പണി എല്ലാം 50-50 ആണ്. ലൈഫ് പോലെ തന്നെയാണല്ലോ, സിനിമയുടെ ഒരു ഭാഗമാണ് ലൈഫിൽ നിന്ന് അടർത്തിയെടുക്കുന്നതാണ് സിനിമ എന്നല്ലേ. രണ്ടുമുണ്ട്, നല്ല അനുഭവങ്ങളുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഓക്കെയാണ്. എനിക്ക് ഇതിനു മുമ്പ് എനിക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ ഇഷ്ടമുള്ള ഒരു പോർഷൻ എനിക്കൊന്ന് പറഞ്ഞു കേൾപ്പിക്കാമോ? കൂടുതൽ ആളുകൾ എന്നെ കാണുമ്പോൾ പറയാറുള്ളത്, ചെറുക്ക നിന്റെ അമ്മയുടെ പ്രായമുണ്ട് എനിക്ക് എന്ന് പറയുന്ന ആ സാധനമാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് കുറച്ചും കൂടെ സോഫ്റ്റ് സൈഡിൽ, അതായത് ജെറി ആകെ തളർന്നിനി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാണ്ട് ഫൈനൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പുള്ളി രാവിലെ ഡ്രസ്സപ്പ് ചെയ്യുന്ന സമയത്ത് അമ്മ ചെന്നിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു ഇതുണ്ട്. പേഴ്സണലി എനിക്ക് വളരെ അധികം ഇഷ്ടമുള്ളൊരു ഡയലോഗാണത്. പിന്നെ ഈ അടുത്ത് തന്നെ ഒരു FB ഫ്രണ്ട്, വളരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്കാരത്തി, എനിക്ക് ഇത് അയച്ചു തന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ മനസ്സ് വല്ലാതെ ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ റിപ്പീറ്റ് മോഡിൽ കേൾക്കുന്ന ഒരു ഡയലോഗാണിത്, ഭയങ്കര മോട്ടിവേഷൻ കിട്ടുമെന്നുള്ള. അതാണ് എന്നത് ഏറ്റവും ഇഷ്ടമുള്ളത്. മറ്റേ ഇടാ ചെറുക്ക നിന്റെ അമ്മയെക്കാളും പ്രായമുണ്ട് എനിക്കെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു, അത് ഭയങ്കര ഒരു ബോൾഡ് ആയിട്ടുള്ളത്. അതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് പറയുന്നത്. ഇനി നമ്മൾ റിവേഴ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആക്ഷൻ ഹീറോ ബിജുവിലേക്ക് എത്താം. എനിക്കൊന്ന് അതൊരു ഭയങ്കര
സംഭവമായിരുന്നു ആ സിനിമ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയായിരുന്നു. അത് ഓരോ സീനും ഓരോ ആർട്ടിസ്റ്റുകളായിരുന്നു ആ സിനിമയിൽ. മിക്ക ആർട്ടിസ്റ്റുകളും പുതിയ ആളുകളായിരുന്നു. അതെ അതെ അതെ. അതിനകത്ത് വളരെ കുറച്ച് ആൾക്കാർ. ഞാനിപ്പം വിന്ദുജ മാമിൻ്റെ ഞാൻ 2 പ്രാവശ്യം മുമ്പ് ഓപ്പൺ ഹാർട്ടിൽ വിന്ദുജ മാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞ ആ സിനിമയിൽ എനിക്ക് 1-2 സീനേ ഉള്ളൂ, പക്ഷേ ആ സിനിമ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. അതുപോലെ കിട്ടിയൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് തോന്നുന്നു ആ ഒരു സിനിമ. ആ സിനിമയുടെ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ വർണ്ണ വെറി അല്ലെങ്കിൽ ഈ ബോഡി ഷെയ്മിങ് ഒക്കെ കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടാണല്ലോ ഇത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ അങ്ങനെ ഒരു സിനിമ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ നീ ആ സാധനത്തിനെ പോയി ഇഷ്ടപ്പെട്ടല്ലോ എന്ന്. പക്ഷേ അത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലും ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഈ ഒരു വർണ്ണ ഇതിനെ പറയുന്നതിനെ എങ്ങനെയൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ? ഒന്ന് നോക്കൂ, ഞാൻ ആദ്യമായിട്ട് ആസ് ആൻ ആക്ടർ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു പക്ക ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് നമ്മൾ മഗപ്പ് ചെയ്ത് പറഞ്ഞ് അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നില്ല. അത് എബറിഡ് ഷൈൻ ആണല്ലോ ഡയറക്ടർ. അപ്പോൾ ഷൈൻ നമുക്കിങ്ങനെ ഇതാണ് സംഭവം, അപ്പം നീ ഇങ്ങനെ ഒരു സംഭവം പറയേ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ഡയലോഗ് ഈതർ നമുക്കത് പെട്ടെന്ന് നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റീപ്രൊഡക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടേക്കിൽ നമുക്ക് വരുന്ന ഒരു സാധനം നമുക്ക് പറയാം. അങ്ങനെയാണ് എൻ്റെ പോർഷൻസ് പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ദൈവം ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ ആസ് എൻ ആക്ടർ ആളുകൾ ഇതിനെയൊക്കെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നെന്ന് ചോദിക്കല്ലേ ഭഗവാനെ എന്നും പറഞ്ഞ് ആഞ്ജനേയ കൺട്രോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കണം. അപ്പോൾ എനിക്ക് മറ്റൊന്നിലും എൻ്റെ ചിന്ത പോകില്ല. എങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പം ചുറ്റും നിൽക്കുന്ന ആക്ടേഴ്സ് സ്കിറ്റ്, നമ്മുടെ ഈ സ്കിറ്റ് ലെവലുണ്ടല്ലോ, സ്കിറ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ്. അപ്പം എല്ലാവർക്കും സ്കിറ്റിൽ നമുക്ക് ചിരി വന്നോളണമെന്നില്ല, എനിക്ക് വരാറില്ല പൊതുവെ. അപ്പോൾ ആ ലെവലിലുള്ള, അതായത് ബോഡി ഷെയ്മിങ് ആണ് കോമഡി അല്ലെങ്കിൽ അധിക്ഷേപമാണ് ബോഡി ഷെയ്മിങ് അല്ല, അധിക്ഷേപം അല്ലെങ്കിൽ വൾഗാരിറ്റി ആണ് കോമഡി എന്ന രീതിയിൽ കോമഡിയെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. പക്ഷെ അവിടെ എബറിഡ് ഷൈൻ ആസ് എ ഡയറക്ടർ അത്തരം സജഷൻസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പുള്ളിയെല്ലാം ഇങ്ങനെ വളരെ വെൽക്കമിങ് ആയിട്ട് കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞത്, ഞാനിപ്പോൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്, കോമഡിയും വൾഗാരിറ്റിയും തമ്മിൽ ഒരു വളരെ തിൻ ലൈൻ ഡിഫറൻസേ ഉള്ളൂ. എൻ്റെ സിനിമയിൽ കോമഡി മതി, എനിക്ക് വൾഗാരിറ്റി വേണ്ട. അപ്പം അതവിടെ അത് കഴിഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ ആക്ടേഴ്സ് ആണെങ്കിലും അല്പം സോഷ്യലി കുറച്ചിങ്ങനെ ഇതായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ, ഫോർവേഡായിട്ട് ചിന്തിക്കുന്നവരൊക്കെ പറയുന്ന, എന്നോട് ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വിക്ടിം ആണെന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരിയും സപ്പോർട്ട് സിനിമയിലൂടെ ആയിരിക്കാം അവർ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ഉദ്ദേശിച്ച മീനിങ്ങും അതായിരിക്കത്തില്ല. അങ്ങനെ ഒരു ഡയറക്ടറും നിവിൻ പോളി പോലെ ഒരു ആക്ടർ ഒരിക്കലും അങ്ങനെ ഒരു ചെയ്യില്ല. അപ്പം നമ്മൾ അതിൽ മിസ്സായിപ്പോൾ, അപ്പം ഞാൻ അങ്ങനെ എന്നോട് പറയുന്ന, ഇപ്പോൾ ഇൻ്റർവ്യൂവിലാണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഞാൻ അതിന് പറയാറുള്ള മറുപടി ഇത് തന്നെയാണ്. അതായത് ഈ ക്യാരക്ടർ ഷേർലി എന്ന് പറയുന്ന ഈ ക്യാരക്ടർ പിന്നീട് ആദ്യം ഇവർ തല്ലി അങ്ങ് കയറി വരുവാണ്. അപ്പോൾ അവർ പറയുന്നത്, സാറേ എന്നെ ഇവനെ അടിച്ചു, അപ്പോൾ എന്തിനാന്ന് ഒരു പരിചയമില്ലാണ്ട നിങ്ങളെ അടിച്ചു, എന്താ ഒരു പരിചയമില്ല, എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചോണ്ടാണ് വരുന്നത്. പക്ഷെ പിന്നീട് സംസാരിച്ച് വരുമ്പോഴാണ് നമ്മുടെ സാജി ചേട്ടൻ പറയുന്നത്, എൻ്റെ സാറേ ഞാനിവക്ക് അരിയും പയറും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് സാറേ. അപ്പോൾ ഇവരും പറയുന്നുണ്ട്, സാറേ ഞാൻ ഇയാളോട് പറഞ്ഞു മടുത്ത്, നമുക്ക് നിർത്താം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ കുറെ അതായിരിക്കും സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്തൊരു അത് സിങ് സൗണ്ട് ഇഷ്ടമുള്ള ശബ്ദം എങ്ങനെയാണോ അതുപോലെ. അതെ. അപ്പൊ ഈ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ബിൽഡപ്പ് ഇതാണ്. അതായത് ഈ സ്ത്രീ മാരീഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, കുട്ടികളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവര് വീട്ടുജോലിയൊക്കെ എടുത്ത് നടക്കുന്നു. അപ്പോൾ അവർക്ക് അവരുടെ രണ്ടറ്റം മുട്ടിക്കാനായിട്ട് ഇനി ഒരുത്തനെയും കൂടെ ഊറ്റിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവനെ മടുത്തു, അല്ലെങ്കിൽ അവനെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു അവർക്ക്, ആ സ്ത്രീക്ക്. കാരണം ഒരു സ്ത്രീ ആണെന്ന് വെച്ചിട്ട് അവർക്ക് നെഗറ്റീവ് ഷെയ്ഡ് വരാൻ പാടില്ല എന്നില്ലല്ലോ. സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള സ്ത്രീകളും ഇല്ലേ. അപ്പോൾ അതുപോലെ നെഗറ്റീവ് ഷെയ്ഡിലൊരു സ്ത്രീയാണ്. അപ്പോൾ അത് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ഒരു സബ് ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിജുവിനെ കാണിക്കുന്നത്. പിന്നെ തന്നെയുമല്ല, ഈ സാധനം ഒബ്ജക്ടിഫൈ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്? ഒരു
ടിപ്പിക്കൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ, സംഭാഷണമാണെങ്കിലും രീതികളാണെങ്കിലും എല്ലാം അതുപോലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും, അതുകൊണ്ട് തന്നെ വേറൊരു സീനിൽ പറയുന്നുണ്ടല്ലോ, സാർ ഇങ്ങനെ പറയരുതെന്നൊരു ആക്ടിവിസ്റ്റ് പറയുമ്പോൾ, അപ്പോൾ എന്നാൽ ഞാൻ ഇങ്ങനെ പറയാമെന്നുള്ളത് ഭയങ്കര കോമഡി ആയിട്ട് നിവിൻ്റെ ഒരു ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സാധനം എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ നോക്കിയിട്ട്, ഞാനൊരു വക്കീലും കൂടെയാണ്, ഞാനൊരു പോലീസ് ഓഫീസറിൻ്റെ മകളാണ്. അപ്പം സാധനം എന്നൊക്കെ പറയുന്നത് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് പറഞ്ഞു എന്നേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പിന്നെ ഇതുപോലെ ഉടായ്പ കാണിച്ചപ്പോൾ ഇതുപോലൊരു സാധനത്തിനെ പ്രേമിച്ചതിന് എന്ന് പറയുമ്പം ഞാൻ ഇങ്ങനെ ഒരു ഐക്കോണിക് ഒരു സ്റ്റില്ലിൽ നിൽക്കുകയാണ്, അതൊരിക്കലും ആരും മറക്കാത്തൊരു അത്തിരി മീമിലൊക്കെ വന്നത്. അപ്പം അവിടെ കറുത്ത് വണ്ണമുള്ള ഒരു ലേഡി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആളുകളുടെ ചിന്ത ബോഡി ഷേമിങ്, കളറിസം, സൈസിസം, അങ്ങനെ ഇസത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും നമ്മൾ പല ജാതി ബോഡി ഷെയ്മിങ് ആണെങ്കിലും പല ഇസങ്ങൾ താണ്ടി പോകുന്നവരാണ്. ചിലരൊക്കെ ഒക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ട് കൊടുക്കാറുമുണ്ട്. വല്ലവരെയും ഒരു പാവത്താനെ കിട്ടിക്കഴിഞ്ഞാൽ അവനിട്ട് പണിയാറുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് എന്നാ കറുത്തിരിക്കുന്ന അല്ലെങ്കിൽ കോന്ത്രമ്പലോടാ ചിരിക്കല്ലേ, മറ്റവൻ്റെ മുഖത്ത് നിന്റെ പല്ല് മുട്ടും, ഇങ്ങനെയൊക്കെ പറയാം. അതെന്തോ കോമഡിയാണ് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർ. അല്ല, അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അതിനൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള പ്രതികരണങ്ങൾ അപ്പൊ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് പോകുന്നുണ്ട്, കൃത്യമായിട്ട് കുറച്ചും കൂടെ ആളുകൾ അവെയറാണ്. അതെ, അപ്പൊ ഈ നമ്മൾ TV ഷോകളിലൊക്കെ വരുന്ന ഈ ബോഡി ഷേമിംഗ് കോമഡികൾ, അതിനെ കൃത്യമായി ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ആൾക്കാർ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ടുണ്ട്. ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളവര് പിന്നെ ആ പണിക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിക്കുന്ന വ്യക്തിപരമായിട്ട് പേഴ്സണലി എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഇതുപോലെ ഈ ഒരു രീതിയിലുള്ള സിനിമയിൽ ഉണ്ടായ പോലുള്ള മാറ്റി നിർത്തപ്പെടലുകളോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ നോക്കൂ, ഞാനൊരു വക്കീലായിരുന്ന സമയത്ത് പോലും ഞാൻ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വളരെ സട്ടിലായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ കേരളത്തിന് വെളിയിൽ കോർപ്പറേറ്റ് ഒരു ലൈഫിലേക്ക്, ഒരു ജോബിലേക്ക് പോവുകയും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം, എനിക്ക് ഒറ്റയ്ക്ക് നേടാനുണ്ട് എന്നൊരു ഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന ഒരു ധൈര്യമുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ ഇടപഴകുന്ന ആളുകൾ, നമ്മൾ നടത്തുന്ന യാത്രകൾ, ഇതെല്ലാം നമുക്ക് ഒത്തിരി അറിവുകൾ തരും. ഈ അറിവ് എന്ന് പറയുന്നിടത്താണ് ധൈര്യം, കോൺഫിഡൻസ് നമ്മൾ വരുന്നത്. ഇന്ന് സംസാരിക്കുന്ന മഞ്ജുവാണി എന്ന് പറയുന്ന ഈ വ്യക്തി ആയിരുന്നില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങൾ, അത് എൻ്റെ യാത്രകളാവാം, എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള, എൻ്റെ ചുറ്റും ഞാൻ കണ്ടിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആവാം, ഇതിൽ നിന്നെല്ലാം ഞാൻ പഠിക്കുകയും വളരുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിന് മുമ്പ് തീർച്ചയായിട്ടും ബസ്സിലൊക്കെ പോകുമ്പോൾ ഒക്കെ, അല്ലെങ്കിൽ എൻ്റെ അത്ര തന്നെ വണ്ണമുള്ള എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എന്നോട്, അത് കുട്ടികളാണ്, നീ ഏത് റേഷൻ കടയിൽ നിന്നാണ് നീ അരി വാങ്ങിക്കണേ, അവൾക്ക് എൻ്റെ അത്ര തന്നെ വണ്ണുണ്ട്. അപ്പോൾ ഇത് ചോദിച്ച് നമ്മളെന്ന് തളർത്തണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ചോദിച്ചാൽ എന്നോട് ആ കുട്ടി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അവളുടെ അടുത്ത് പറയാം അവള് വാങ്ങിക്കണ അതേ കടയിൽ. അപ്പം എനിക്കിഷ്ടായി, അത് കൊള്ളാം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അതിലൊക്കെ മനസ്സ് നൊന്നിട്ടുമുണ്ട്. പക്ഷെ പിന്നീട് ഞാനിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോടായിട്ട് പറയുകയാണ്, നമ്മൾ ബാഹ്യമാണ്, നമ്മുടെ ശരീരത്തിന് അപ്പുറത്തേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാണ്ടല്ലോ, അതായത് നമ്മൾ ശരീരത്തിനകത്ത് ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നിറം മെലിഞ്ഞിട്ടാണ്, വണ്ണിച്ചിട്ടാണ്, കണ്ണിങ്ങനെയാണ്, മൂക്കിങ്ങനെയാണ്, മുടി ഇങ്ങനെയാണ്, ഇതെല്ലാം വിഷയങ്ങളാണ്. പക്ഷേ ഈ ശരീരത്തിനപ്പുറത്തേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാണ്ടല്ലോ. അല്ല, അതാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ആ സിനിമയുടെ ഭാഗമായതുകൊണ്ട് ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ഒരു സമയമായതുകൊണ്ട് മാത്രമാണ് ഞാനത് ചോദിച്ചത്. കാരണം ഈ പുരുഷന്മാർക്കും അല്ലെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഇപ്പം അറിയാം, ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ട്, അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത്. കാരണം ഹോർമോൺ മാത്രമല്ല, എന്തിനാ ഹോർമോണിനെ പറയണത്, നല്ല പോലെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് വണ്ണുണ്ടാവും. അതിനിപ്പോൾ എന്താ, നന്നായിട്ട് ഭക്ഷണം കഴിക്കുമോ? ഞാൻ ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കഴിപ്പിക്കാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ കഴിക്കണത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അത്ഭുതപ്പെടും, അത് വേറെ കാര്യം. കുറച്ച് കഴിക്കുന്നുള്ളൂ. അതുപോലെ ഇതിനെല്ലാം ഉപരി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു നല്ല ഗായികയാണ്. പലപ്പോഴും ഞാൻ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പാട്ട് പാടിയിരുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളൊരു പാട്ടൊന്ന് പാടാവോ? പെട്ടെന്ന് ഒരാൾ പാടാൻ പറയുമ്പോൾ
പഴയ പാട്ടുകളാണ് മനസ്സിലേക്ക് ആദ്യം വരിക എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഏതായാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ് ഒരു പാട്ട് കേൾക്കുന്നില്ല. ഓക്കെ. നളചരിതത്തിലെ നായകനോ, നന്ദനവനത്തിലെ ഗായകനോ, അഞ്ചിതൾ പൂക്കൾ കൊണ്ടമ്പുകൾ തീർത്തവൻ, ആവനാഴി നിറയ്ക്കുന്ന കാമദേവനോ, നളചരിതത്തിലെ നായകനോ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ആക്ച്വലി ഈ പാട്ട് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നെങ്കിലും പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊരു കഥ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുണ്ട്. മൊത്തത്തിൽ കഥകളാണല്ലേ നമ്മുടെ എല്ലാവരുടെയും ജീവിതം അങ്ങനെയല്ലേ, ഒരു ജീവിതം എന്ന് പറഞ്ഞ ഒത്തിരി കഥകളല്ലേ. ഈ പാട്ട് ഞാൻ ഒരു കാലഘട്ടത്തിന് ശേഷം മ്യൂസിക് ഡയറക്ടേഴ്സിനെ പോയി കാണുക, പാട്ട് ചാൻസ് ചോദിക്കുക എന്നുള്ളതെല്ലാം ഞാൻ നിർത്തി. ഗൾഫിൽ വന്നതിന് ശേഷം അതിനുശേഷം ഇല്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഉള്ളത് എന്നിലേക്ക് എത്തും എന്നുള്ള ഒരു ചിന്തയാണ് മെയിനായിട്ട്. എന്നാൽ പോലും ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ മ്യൂസിക് ലോഞ്ചിൻ്റെ സമയത്ത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം 80കളിലൊക്കെ മുതൽക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ചിട്ടുള്ള, അപ്പം എൻ്റെയൊക്കെ ഒരു കൗമാരകാലമൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഒത്തിരിയും കേട്ടും പാടിയും ഒക്കെ നടന്നിട്ടുള്ള, ഞാൻ ഒത്തിരിയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഓഫ് ലൈറ്റ് ആയിട്ട് വളരെ റെയറായിട്ടാണ് അദ്ദേഹം പാട്ടുകൾ ചെയ്യുന്നുള്ളൂ സിനിമയിൽ. അപ്പം ഞാൻ മ്യൂസിക് ലോഞ്ചിൽ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. അപ്പം ഞാനൊരു സിംഗറും കൂടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സാറിന് എൻ്റെ ഒരു പാട്ട് ഞാനിതൊരു വീഡിയോ, ഞാൻ ഒരു സെൽഫി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ, അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നന്നായി വന്നൊരു പാട്ടായിരുന്നു ഇത്. അപ്പോൾ ഞാനത് പുള്ളിക്ക് അയച്ചു കൊടുത്തപ്പോൾ പരിചയമുള്ളതും കൊണ്ട് തന്നെ പെട്ടെന്ന് അതിന് മറുപടി വന്നു. പക്ഷെ വന്ന മറുപടി ഞാൻ കുറേ നാൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ. അതായത് പുള്ളി പറഞ്ഞത്, ഇന്നത്തെ കാലത്തൊരു പ്ലേബാക്ക് സിംഗർ ആവാനായിട്ട് ഇങ്ങനത്തെ പഴയ പാട്ടുകളൊന്നും പാടിയാൽ പോരാ എന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഞാനൊരു സ്മൈലി ഇട്ടു. ആൻഡ് ഐ സ്റ്റോപ്ഡ്. അത്തരത്തിലുള്ളൊരു പിന്നെ കോൺവെർസേഷനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് തോട്ട് പ്രൊവോക്കിംഗ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗായികയുടെ അല്ലെങ്കിൽ ഒരു ഗായകൻ്റെ കാലിബർ അളക്കുന്നതിന് നമുക്ക് ഇന്ന ജോണറിലുള്ള പാട്ട് പാടിയാലേ പറ്റുള്ളൂ എന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ പറയുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഉൾപ്പെടെ നമ്മുടെ സിംഗേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെ TV-യിൽ ഈ മ്യൂസിക് റിയാലിറ്റി ഷോ ജഡ്ജ് ചെയ്യുമല്ലോ. എന്തുകൊണ്ടാണ് ഈ പഴയ പാട്ടുകൾ മാത്രമാണല്ലോ ഈ കുട്ടികൾ കൂടുതലും, ഒരു 99%? അദ്ദേഹം പല കാലഘട്ടത്തിലും പല ചാനലിലും പല മ്യൂസിക് റിയാലിറ്റിയിലും ജഡ്ജായിട്ടൊക്കെ സൂപ്പർ ജഡ്ജൊക്കെ അതറിഞ്ഞൂടാ. അപ്പോൾ അത് നമ്മളെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു പക്ഷേ ഒരു സർട്ടൻ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് സജീവമായിട്ടൊരു നെറ്റ്വർക്കിങ്ങിലൊക്കെ നിന്നാൽ മാത്രമേ നമുക്ക് അത് സിംഗിങ് ആണെങ്കിലും പാട്ടെഴുത്താണെങ്കിലും അഭിനയമാണെങ്കിലും അതിനൊക്കെയുള്ള ചാൻസസ് കൂടുതലായിട്ട് കിട്ടുള്ളൂ എന്നുള്ളത്. എൻ്റെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയണത്, എൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടി, അത് കരിയർ വൈസ് ആയിട്ടുള്ള മറ്റു ബെനിഫിറ്റ്സ് അല്ല, എന്നിലെ കഴിവ് അതിലൂടെ എനിക്ക് എൻ്റെ ജീവിതം കരുപിടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് നമ്മളൊരു ബീയിങ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു തലമുണ്ടല്ലോ. അതായത് എനിക്ക് ഇന്നതുപോലെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നു, എനിക്ക് ഇന്ന രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ള അതിനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ ഞാൻ വളരെ പുറകിലാണ്. ഇപ്പോൾ സന്ദീപിനെ ഞാൻ പരിചയപ്പെട്ടു. നാളെ ഒരിക്കലും എൻ്റെ ഇതുപോലൊരു ബെനിഫിറ്റിന് വേണ്ടി ഞാൻ ഒരിക്കലും ഒരു പക്ഷേ സന്ദീപിനെ കാണാനോ വിളിക്കാനോ ഞാൻ നിന്നു വരികയില്ല. പക്ഷെ അതേസമയം നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ, ചേച്ചി നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്താലോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ യെസ് വൈ നോട്ട് ആ ഒരു രീതിയാണ്. അപ്പം എനിക്ക് അത് മാത്രമല്ല, എനിക്ക് ഇന്ന് വരെ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് 5 സിനിമകളിലാണ്. പക്ഷെ ഒരു 55 മേലെ സിനിമകൾ അത്രയും ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വന്ന ഓഫറുകൾ ഞാൻ നിരാകരിച്ചിട്ടുണ്ട്, പല കാരണങ്ങളും കൊണ്ട്.
അപ്പം ഞാൻ എന്നിലേക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം അതിൽ തന്നെ ഞാൻ ഫിൽറ്റർ ചെയ്ത് എനിക്ക് സുഖകരമാകുന്ന അല്ലെങ്കിൽ എനിക്കിത് ഓക്കെയാണ്, ഇത് ചെയ്യാം, നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും ഞാൻ ചാൻസിന് വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്ലി സ്പേസിൽ. അല്ല ഞാൻ ചോദിക്കുന്ന ഈ അപ്പോൾ ആ മ്യൂസിക് ഡയറക്ടർ ഇത് കേട്ടതിന് ശേഷം പിന്നീട് ഒരിക്കലും ഒരു കാര്യത്തിനും കോൺടാക്ട് ചെയ്തിട്ടില്ല? ഇല്ല. അതായത് ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു അത്? ആവാം. അല്ലെങ്കിൽ അല്ല പാട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ, നന്നായി പാടിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഇത് പോരാ. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പക്ഷേ പുള്ളി എന്നോട് എന്നാൽ ഈ ജോണറിൽ ഒരെണ്ണം പാടൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മേ ബി പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് അതിൽ ഉണ്ട് എന്നെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാണ്. ബട്ട് ഹി ജസ്റ്റ് ബ്ലണ്ട്ലി സെഡ് ദാറ്റ്, അതൊരു ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു. അപ്പോൾ 55 സിനിമകളിൽ അവസരങ്ങൾ തേടി വന്നു. അതെ. എന്നിട്ട് 55ൽ നിന്ന് ആകെ 5 എണ്ണേ സെലക്ട് ചെയ്തുള്ളൂ. 55 മേളിലായി. പക്ഷെ ഈ 5 സിനിമകളിലും മിക്കതും നോട്ടബിൾ ക്യാരക്ടേഴ്സാ ചെയ്തത് അല്ലേ? ഓൾമോസ്റ്റ്. അതെ. അതായത് നമ്മുടെ ഈ പിന്നെ ആക്ഷൻ ഹീറോ ബിജു ആവട്ടെ, ആക്ഷൻ ഹീറോ ബിജു ആണ് ഫസ്റ്റ് പടം. അതിനുശേഷം വന്നത് പിന്നെ ആന അലറലോട്. അപ്പൊ അതിനകത്തും നല്ലൊരു കൊള്ളാവുന്ന ഒരു ക്യാരക്ടർ, ഒരു സീനേ ഉള്ളെങ്കിൽ ആ സീൻ നല്ലൊരു സീനായിരുന്നു. അതെ. പിന്നെയും 2-3 സിനിമകളുടെ ഭാഗമായി. സൗദി വെള്ളക്കയില് ജഡ്ജിന്റെ ഭാര്യയായിട്ട് വരുന്ന അയാളെ ചീത്ത വിളിക്കുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെ നോട്ടബിൾ ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ചെയ്തു. പക്ഷേ ഈ 55 സിനിമകളും ഈ 55ൽ 50 ഒഴിവായി പോകാനുള്ള കാരണം എന്താ? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോർപ്പറേറ്റ് ഒരു ജോബ് എനിക്കുണ്ട്. അപ്പം എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ അത് തന്നെയാണ്. സിനിമയിൽ നിന്നുള്ള വരുമാനം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് കൂട്ടിമുട്ടിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു തിക്ക് സാലറി ഉള്ളൊരു ജോലിയാണുള്ളത്, നല്ലൊരു പ്രൊഫൈലാണ്. അപ്പം ഉത്തരവാദിത്തങ്ങളും അത്രയും തിക്ക് തന്നെയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാനൊരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ അല്ലാത്തതും കൊണ്ട് ചിലപ്പോൾ നാളെയാണ് ഷൂട്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടായിരിക്കും എന്നോട് ചേച്ചി ഇന്നടത്താണ്, അപ്പം ഞാൻ എറണാകുളത്താണ് നിൽക്കണമെങ്കിൽ കാസർഗോഡായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഇട്ടറിഞ്ഞ് എൻ്റെ ജോലി കളഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ആ ജോലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ സിനിമ ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ലാത്ത അവസ്ഥയാണ്. അപ്പം മെയിൻലി അതാണ് ഒരു കാര്യം. എനിക്ക് അപ്പം ഞാൻ പറയുന്നത് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ അയ്യോ അത് പറ്റത്തില്ല. അപ്പം അങ്ങനെ പോയിട്ടുള്ളതുണ്ട്. പിന്നെ ഒരു വലിയൊരു ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വൾഗാരിറ്റി കോമഡിയുടെ വേർതിരിവ് അതിന് എനിക്ക്, കാരണം ഞാൻ ഫെമിനിസ്റ്റ് അല്ല എന്ന് തന്നെ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു ഹ്യൂമനിസ്റ്റാണ്. സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള എന്താ പറയുക ഒരു ഇത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബാലൻസിങ്. അതെ, ബാലൻസ്, എന്നാലേ സമൂഹം കറക്റ്റായിട്ട് അത് പോവുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്താ പറയുക, ഈ എൻ്റെ വാല്യൂസിന്, ഞാൻ വക്കീലാണ്, ഞാനൊരു എഴുത്തുകാരിയാണ്, പാട്ടുകാരിയാണ് എന്നൊക്കെയുള്ള ലേബലുകളുള്ളതിനൊക്കെ അപ്പുറത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് വിഘാതമായിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് പോർട്രേ ചെയ്തിട്ടൊരു റോങ് മെസ്സേജ് എന്നിലൂടെ പോവരുത് എന്നുള്ള ഒരു വലിയൊരു ഇതുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയണ കൂട്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള വേഷങ്ങളാണ് കൂടുതലും വന്നതെന്ന്. അതെ. അതിനെ ചൊല്ലിയും എൻ്റെ ഒരു വളരെ മെൻറ്ററായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള ഒരു സീനിയർ മോസ്റ്റ് ഒരു ഡയറക്ടറായിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും നീ പറഞ്ഞു ശരിയാവില്ല, നീ ഇപ്പോൾ പുതുതായിട്ട് അങ്ങോട്ട് സിനിമയിൽ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ നീ അത് ചെയ്യില്ല അല്ല ഞാൻ വരണവരോട് അത് ചെയ്യില്ല എന്ന് പറയണില്ല. ഞാൻ പറയും എനിക്ക് ലീവില്ല, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ റെമ്യൂണറേഷൻ ഇവർക്ക് ഇത്ര ആ രീതിയിൽ അപ്പം എന്തെങ്കിലും ഒരു രീതിയിൽ ഞാൻ മുഷിവില്ലാത്ത രീതിയിലാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റേത് ലീവില്ല, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ മമ്മൂക്കയുടെ ഒക്കെ സിനിമ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് എൻ്റെ അയ്യോ അതിൻ്റെ പേര് സൂപ്പർ സ്റ്റാർ. അപ്പം അതിലേത് ക്യാരക്ടറാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതൊക്കെ എനിക്ക് എൻ്റെ ഈ ജോലിയുടെ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതാണ്. പിന്നെ അയ്യോ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്നത് നമ്മുടെ. ഇനി ഞാൻ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ല റിവേഴ്സിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി 2003 പോവാം. ആദ്യമായിട്ട് പ്ലേ ബാക്ക് സിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ഗായിക എന്നുള്ള രീതിയിലേക്ക് 2003 പക്ഷെ 2003 നിന്ന് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആള് ഒറ്റയടിക്ക് ഗൾഫിൽ പോവുക. FM സ്റ്റേഷനിൽ ഓക്സിജൻ FM-ൽ RJ ആയിട്ട് പോവുക. എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണത്, എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അത് സംഭവിച്ചത്. ഞാൻ കൂടുതലും കോർപ്പറേറ്റ് ലൈഫാണ്, ഒരു ട്രെയിനറായിട്ടുമൊക്കെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് മൾട്ടിനാഷണൽ കമ്പനീസിൽ.
ഞാൻ കൊച്ചിയിൽ സദർലൻഡിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പം വർഷങ്ങളായിട്ട് ഞാൻ ഈ നൈറ്റ് ഷിഫ്റ്റ്, അതായത് പകൽ സമൂഹത്തിൽ ഇറങ്ങി മനുഷ്യരെ കാണുന്നില്ല, നമ്മൾ രാത്രി ഒക്കെ ജോലി ചെയ്യുന്നു, പകൽ മൊത്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു, അങ്ങനെ ഒരു ലൈഫാണ്. അപ്പോൾ അത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് മൊത്തം തെറ്റിക്കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ റെസിഷൻ വരുന്നു, ആദ്യത്തെ ഗ്ലോബൽ റെസിഷൻ വരുന്നു. ജോലി നഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ളൊരു തുലാസിൽ ഇങ്ങനെ നമ്മൾ നിന്ന് ആടുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വോയിസ് കേട്ടിട്ട് റേഡിയോയിന് നല്ല ഒരു വോയിസാണ് എന്ന രീതിയിൽ ഇങ്ങനൊരു ഓഫർ വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ലൈഫിൻ്റെ ഭാഗമായിട്ട് ധാരാളം രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ജോലി അവിടെ നമ്മൾ പ്രോജക്റ്റൊക്കെ ചെയ്ത് തിരിച്ചു വരിക എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഒരു രീതിയിലും എനിക്ക് താല്പര്യമില്ലാത്ത ഒരു നാടായിരുന്നു ഗൾഫ്, GCC. അപ്പോൾ അതിൽ ദുബായിലാണ്, റാസൽ ഖൈമയിലാണ്, റേഡിയോ ഷോയിലേക്കാണ്. അപ്പോൾ എനിക്ക് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എൻ്റെ ഓഫീസിൽ എൻ്റെ കൊളീഗ്സ് അവരെല്ലാം പറഞ്ഞു, മഞ്ജു നിനക്ക് മ്യൂസിക് റിലേറ്റഡ് ആയിട്ട്, കാരണം യു ആർ എ സിംഗർ, അപ്പം നിൻ്റെ ശബ്ദത്തിലൂടെ നിനക്ക് ഒത്തിരി ആളുകൾക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റുന്നു, നിനക്ക് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും പാടാനും ജോലി ചെയ്യാനും പറ്റുന്നു, അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, യു ഷുഡ് നോട്ട് അത് കളയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണല്ലോ. പിന്നെ മാത്രമല്ല പകൽ ജോലിയാണ്. അപ്പം അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ പോയതാണ്. തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടായി, കാരണം നമ്മൾ ഈ BPO സെക്ടറിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ഈ കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷിൽ സായിപ്പിനോട് സംസാരിച്ച് നമ്മുടെ മലയാളത്തിൽ ചെറിയൊരു ആക്സെൻറ്റുവേറ്റഡ് മലയാളം ആണ്, അങ്ങനെ അതായി പോകും. കാരണം നമ്മൾ പറഞ്ഞല്ലോ വീട്ടുകാരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ സമയം നമ്മൾ ഉറങ്ങുകയാണ്, ബാക്കി മൊത്തം നമ്മൾ ഈ ഓഫീസിലെ മീറ്റിങ്സ് എല്ലാം ഈ സായിപ്പന്മാരും മദാമ്മമാരുമായിട്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് ഈ മലയാളം ഒഴുക്കോടുകൂടി സംസാരിക്കുമ്പം ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ ശ്രോതാക്കളുടെ വരാൻ തുടങ്ങി. ഇതെന്തോ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലിഷായിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ വേണ്ടി വരിക. നമ്മൾ ഈ നമ്മുടെ കേരളത്തിലെ FM-ഉം ദുബായ്, അതായത് ഗൾഫ് കൺട്രീസിലുള്ള FM-ഉം തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അതായത് അവിടെ പ്രവാസികൾ, അതായത് നമ്മുടെ ഈ നാടിൻ്റേതായിട്ടുള്ള സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് കൂടുതലും. അവർക്ക് നാടിൻ്റെ ഓർമ്മ കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ പോയിട്ട് നമ്മൾ ആഷ് പൂഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തന്നെ അത് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അവിടെ നമ്മൾ നല്ല കവിത തുളുമ്പുന്ന നല്ല ശുദ്ധമായിട്ടുള്ള മലയാളം പറയുക, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഗൃഹാതുരമായിട്ടുള്ള കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുക, അത്തരം പാട്ടുകൾ കേൾപ്പിക്കുക, അത്തരം സംസാരങ്ങൾ ഉണ്ടാവുക, അതാണ് അവർക്കിഷ്ടം. ഇവിടെ നേരെ തിരിച്ചാണ്, ഇവിടെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള. അപ്പം പിന്നെ പതുക്കെ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വലിയൊരു ലൈബ്രറി ഉണ്ട് എൻ്റെ പേഴ്സണൽ. അപ്പം ഞാൻ ബുക്കുകളൊക്കെ ഷിപ്പ് ചെയ്ത്, കാരണം നമ്മൾ വായിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ നാച്ചുറലി, കാരണം മലയാളം നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുള്ളതാണ്, അതങ്ങനെ നമുക്ക് വിട്ടുപോകുമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ആക്സെൻറ്റ്, ആ സ്റ്റൈലിഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൻ്റെ ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ്, അത് പതുക്കെ അങ്ങോട്ട് മാറ്റിയെടുത്ത് ശുദ്ധമായിട്ട് ഉള്ള ഇതിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോമ്പറ്റീറ്റർ ചാനലിലുണ്ടായിരുന്ന പ്രോഗ്രാം അവർക്ക് സ്പോൺസർ ചെയ്തിരുന്നവർ എൻ്റെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള, അപ്പോൾ വിമർശനങ്ങളിൽ നിന്ന് തുടങ്ങി വളർന്ന ഒരു കഥ ഉണ്ട് ആസ് എൻ RJ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ പിന്നെ എന്താ പെട്ടെന്ന് ആ ജോലി മതിയാക്കിയിട്ട് പിന്നെ നമ്മളായിട്ട് മതിയാക്കിയതല്ല, അവർ പറഞ്ഞു വിട്ടാണോ? റേഡിയോ ഏഷ്യയുടെ ഓക്സിജൻ എന്ന് പറയുന്ന, ഇപ്പം അത് സുനോ എന്ന് പറയുന്ന ചാനലാണെന്ന് ഞാൻ മനസ്സിലാക്കണം, 102.4 അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ ഫ്രീക്വൻസി. ഇവരത് പെട്ടെന്ന് ഈ ഹിന്ദി, കാരണം ഹിന്ദി ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ബിസിനസ് ദാൻ എ മലയാളം ചാനൽ, കാരണം ഹിന്ദി കൂടുതലാണല്ലോ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ഈ ഭയങ്കര ഫ്രീക്വൻസി, നല്ല സ്ട്രെങ്ത് ഉള്ളൊരു ഫ്രീക്വൻസി ആയിരുന്നു ഇത് ഓക്സിജൻ FM-ൻ്റെ. അപ്പോൾ ഇത് അവർ ഹിന്ദിയിലേക്ക് അവർക്ക് പുതിയൊരു ചാനൽ വേണം, പെട്ടെന്ന് അവർക്ക് ലൈസൻസിങ് കിട്ടുന്നില്ല പുതിയൊരു ഫ്രീക്വൻസിക്ക്. അപ്പോൾ അങ്ങനെ ഇത് അബ്സോർബ് ചെയ്യുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജോലി ഇല്ല എന്ന് പറയുന്ന, പറഞ്ഞു വിട്ടത് തന്നെ. അത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ദുബായിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഉപദേശം തന്നിരുന്നു. ദുബായ് ഈസ് വൺ പ്ലേസ് വിച്ച് ക്യാൻ ഈദർ മേക്ക് യു ഓർ ബ്രേക്ക് യു. ആൻഡ് ദുബായ് എൻ്റെ അനുഭവത്തിൽ ഹാസ് ബ്രോക്കൺ മീ ഇൻ ടു പീസസ്. വേറെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി നഷ്ടങ്ങൾ. കാരണം ഞാൻ മാരീഡ് ആയിരുന്നില്ല, കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല,
മറ്റ് ഇങ്ങനെ ഇതൊന്നുമില്ല. അപ്പം നമ്മൾ ഡ്രൈവിംഗ് ഭയങ്കര പാഷനാണ്. അപ്പോൾ ചെന്ന ഉടനെ ഒരു 3 മാസത്തിനകം തന്നെ ലൈസൻസ് എടുത്തു. അത് അത് അവിടെ 13 വർഷമായിട്ട് ലൈസൻസ് കിട്ടാത്തൊരു ചേട്ടൻ. പക്ഷെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടി. അപ്പം പിന്നെ ഒരു വണ്ടി എടുത്തു. ഞാൻ റാസൽ ഖൈമയിലാണ്. നമ്മുടെ കൊച്ചു കേരളം പോലെ തന്നെയാണ് റാസൽ ഖൈമ, ഗ്രാമം പോലെ ഒരു. പക്ഷെ ദുബായിലേക്കൊക്കെ ഇടയ്ക്ക് പോവുക, ഡ്രൈവ് ചെയ്ത് പോവുക, അതൊക്കെ ഒരു വലിയ ഒരു എക്സ്പ്ലോറിങ്, ഒരു അഡ്വഞ്ചർ പോലെയായിരുന്നു എനിക്ക്. എൻ്റെ കാറിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ബാങ്കിൽ നിന്ന് കട്ടാവുന്ന അന്നാണ് ജോലി പോയി മക്കളെ എന്നും പറഞ്ഞ് ഇവർ വരുന്നത്. ഒരു രാത്രി വെളുത്തപ്പോഴത്തേക്കും ജോലി നഷ്ടപ്പെട്ടു. അതെ, നമ്മള് RJസും ഈ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് ആ ലെവലിലുള്ളവരോടൊന്നും ഇവർ ഇങ്ങനെ ഇത്രയും ഇതൊന്നും പറയില്ലല്ലോ. പക്ഷെ പിന്നീട് ഞാനവിടെ വേറൊരു ജോലി കണ്ടുപിടിച്ചു. പക്ഷെ അത് ഈ ഒരു ഫ്രോഡ് ടീമിൻ്റെ കയ്യിലാണ് ഞാൻ പോയി പെട്ടത്. ഫീസൊക്കെ ആക്കിയതിന് ശേഷമാണെന്ന് പറയുന്നത്. വിസ ആക്കിയില്ല ഇവര്. അതായത് ഇവരുടെ രീതി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഗൾഫ് മലയാളി ഡയറക്ടർ എന്നും പറഞ്ഞ്, ഒരു സുകുമാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ വള്ളിക്കേസ് നമ്മള് അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുകയാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അല്ല ശരി. പക്ഷെ അന്ന് ശരിക്കും നമ്മുടെ ഉള്ളിൽ തീയാണ്. കാരണം നമുക്ക് ഒരു കുടുംബത്തിന്റെ സപ്പോർട്ടില്ല. സുഹൃത്തുക്കളെന്ന് പറയാനായിട്ട് എൻ്റെ ഒപ്പം പഠിച്ച ഹൗസ് വൈഫായിട്ടുള്ളൊരു എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്. അവൾക്ക് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കുക, ഇഫ് യു ഗെറ്റ് അബൌട്ട് എവറിത്തിങ് ഐ ഫീഡ് യു, ഐ ഷെൽട്ടർ യു എന്ന് പറയാന്നുള്ളത് മാത്രമാണ്. പക്ഷെ അത് വലിയൊരു സഹായമായിരുന്നു. അപ്പം ഇവരുടെ രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതുപോലെ ജോലി നഷ്ടമായിട്ട് നിൽക്കുന്നവരെ ഇവർ റിക്രൂട്ട് ചെയ്യും. അതെങ്ങനെ ഇവർ കണ്ടുപിടിക്കണമെന്നുള്ളത് വലിയൊരു സ്കില്ലാണ്. അപ്പം നമുക്ക് 30 ദിവസം ഉണ്ട് എക്സിറ്റ് അടിക്കാൻ. 30 ദിവസം നമുക്ക് എക്സിറ്റ് അടിക്കണ ഒരു ഗ്യാപ്പുണ്ട്. ഈ 30 ദിവസം നമ്മളെ കൊണ്ട് ഇവർ പണിയെടുപ്പിക്കും. ലേബർ കാർഡ് എടുക്കില്ല, ദേ നാളെ എന്നും പറഞ്ഞാൽ. അപ്പം നമ്മൾ പാവും അങ്ങനെ എക്സിറ്റ് അടിക്കുക. എന്നിട്ടും ഈ ദ്രോഹികൾ എന്നോട് പറഞ്ഞത്, മഞ്ജു 2 ദിവസത്തിൻ്റെ കാര്യമേ ഉള്ളൂ. മഞ്ജു എന്നല്ല, എന്നെ വാണി, കാരണം RJ വാണി എന്നാണ് റേഡിയോയിൽ. അപ്പോൾ വാണി 2 ദിവസത്തിൻ്റെ കാര്യമേ ഉള്ളൂ, ഒന്ന് ഒമാനിൽ പോയി നിന്നാൽ മതി, നമ്മൾ ഹോട്ടലും എല്ലാം അറേഞ്ച് ചെയ്ത് തരാം. അവരെന്ത് ഉദ്ദേശിച്ചിലാണ് പറഞ്ഞത്? അപ്പം ഈ പണി കിട്ടും എന്ന് ചോദിച്ചുവല്ലോ. പണി കിട്ടുമായിരുന്നു, പക്ഷേ എന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഏതോ ഒരു പ്രപഞ്ചശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഈശ്വരൻ എന്ന് പറയാം, ആ പ്രപഞ്ചശക്തി എന്നെ എപ്പോഴും ഇങ്ങനെ അത് അനുഭവങ്ങൾ. ഇപ്പം ആദ്യത്തെ സിനിമയിൽ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും നന്നായിട്ട് ആളുകൾ പറയണത്, ഞാൻ പറയല്ല, ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ ഇത്ര ഒരു ചെറിയ കാലയളവ് കൊണ്ട് ഒരു മനുഷ്യായുസിൻ്റെ നല്ല പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ മതി ജീവിതം, ഈ വെണ്ടുരുത്തി പാലത്തിൻ്റെ മുകളിൽ കൂടെ ബസ്സിൽ പോകുമ്പോൾ മതി ജീവിതം, അങ്ങോട്ടെടുത്ത് ചാടിയാലോ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് അതേ വെണ്ടുരുത്തി പാലത്തിൽ കൂടെ ഞാൻ എൻ്റെ സ്വന്തം കാറിൽ എൻ്റെ സ്വന്തം ഇട്ട് പാട്ടൊക്കെ പാടി അതേ തിരമാലകളല്ല അലകളിലൊക്കെ ഇങ്ങനെ നോക്കി, അന്ന് ഞാൻ എടുത്ത് ചാടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്കിങ്ങനെ പോകാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെ എല്ലാ മനുഷ്യർക്കും ഒരു ലോ പോയിന്റ് ഉണ്ടല്ലോ, ഒരു ഡിപ്രഷൻ്റെ ഒരു. അപ്പം അങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ. അപ്പം ജീവിതത്തിൽ നമുക്ക് അനുഭവങ്ങൾ വരുമ്പോൾ സത്യം പറഞ്ഞ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, യു ഷുഡ് ബി മോർ ഹംബിൾ. നമ്മൾ നന്ദി ഉണ്ടാവണം. അപ്പം നമ്മളെ ദ്രോഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു പീരീഡ് ഓഫ് ഡിപ്രഷനോ അല്ലെങ്കിൽ വിഷമമോ ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയിട്ട് അവരോട് നന്ദി പറയണം. കാരണം അവർ നമുക്കൊരു പാഠം പഠിപ്പിച്ചു. ആ പാഠം നമ്മുടെ ഒരു അനുഭവമായിട്ട് നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. അതിനെ എങ്ങനെ പോസിറ്റീവാക്കി നമുക്ക് ഇത് ഈ പറഞ്ഞ അത്രയും പാഠം പഠിപ്പിച്ചവർക്കുള്ള ഒരു മറുപടിയാണ്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ RJ ആയിട്ട് പിന്നെ നോക്കിയില്ലല്ലേ? പിന്നെ ഞാൻ നമ്മുടെ കൊച്ചി FM RJ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ചെയ്ത ജോലികളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇന്നും ഇഷ്ടമുള്ള ജോലി ഒരു RJയുടെ തന്നെയാണ്. ഇന്നും എനിക്കൊരു RJയുടെ ഒരു ഇത് കൺസോളും മൈക്കും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ I'll take off. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇരിക്കണം. എപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഹാപ്പിനെസ്, ഈ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കണം. ഡബിങ് കാര്യങ്ങളിലേക്ക് പിന്നെ ഇനി പുതുതായിട്ട് എന്താണ്? ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മാറി ഷിഫ്റ്റ് ചെയ്തു. കുറച്ച് വർഷങ്ങൾ ഞാനിവിടെ ഉണ്ടാവും. ഹസ്ബൻഡിൻ്റെ പഠനം, പുള്ളി LLB പഠിക്കുകയാണ്.
അപ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് എന്നൊക്കെയുള്ള രീതിയിൽ എൻ്റെ 2 കുട്ടിക്കുറുമ്പന്മാരെ അതെ അതെ അപ്പോൾ ഇന്ന് അവരുടെ ബർത്ത്ഡേയും കൂടിയാണ്. താങ്ക് യു. അപ്പം അങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരത്തിന് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഏറ്റവും വലിയൊരു ഫോക്കസ് എന്ന് പറയുന്നത് സീരിയൽ ഡബ്ബിംഗ് ആണ്. ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതെ അതെ അതെ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് വർക്കുകൾ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ നടന്നു പോകുന്ന കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, അപ്പോൾ ഒരു പുതിയ ക്യാരക്ടർ വന്നാൽ മാത്രമേ എനിക്കൊരു എൻട്രി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് 2:30 വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ ഏതോ ജന്മകൽപ്പനയിൽ, അതിൽ സിന്ധു വർമ്മയ്ക്ക് വേണ്ടി ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരിയും സ്ഥലത്ത് ഞാൻ വോയിസ് റെഫറൻസ് ആയിട്ടും അല്ല വോയിസ് ടെസ്റ്റും എല്ലാം ചെയ്ത് എല്ലാം ഓക്കെയാണ്. ഇനി പുതിയ ക്യാരക്ടേഴ്സ് ഒന്നുമില്ലെങ്കിൽ ഇപ്പോഴത്തെ റണ്ണിങ് സീരിയൽസിൽ വരണം, അല്ലെങ്കിൽ പുതിയ സീരിയലുകൾ വരണം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരുപക്ഷെ ഒരുപാട് പേര് ചോദിക്കാം എന്തുകൊണ്ട് ഈ സമയത്ത് മഞ്ജു വാണിയെ ഓപ്പൺ ഹാർട്ടിൽ കൊണ്ടുവന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ അനുഭവങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുന്ന വഴിക്ക് ഇതിൻ്റെ ഈ ഓപ്പൺ ഹാർട്ടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന വഴിക്ക് തന്നെ അല്ലാതെ അതിന് മുമ്പൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളാണ് പലപ്പോഴും പിൽക്കാലത്ത് മറ്റുള്ളവർക്ക് ഒരുപാട് പാഠമാകുന്നത്. കാരണം നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ തന്നെ ഒരു സിനിമ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ, നജീബിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ അദ്ദേഹം ഒരുപക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന് നാട്ടിൽ വന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി അടുത്തൊക്കെ പറയുമ്പോഴോ പോലും അവർക്ക് അത്രയും അതിൻ്റെ ആ ഒരു ആഴമൊന്നും ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിക്കത്തില്ല. പക്ഷേ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ്, അദ്ദേഹം എഴുത്തുകാരൻ, അദ്ദേഹം അതിനെ നോവലാക്കി അല്ലെങ്കിൽ അദ്ദേഹം അതിനെ പുസ്തകമാക്കിയപ്പോഴാണ് ലോകം ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇതൊരു ഭീകരമായ അനുഭവമായിരുന്നു എന്ന് ഒക്കെ അറിഞ്ഞത്. അപ്പോൾ അതുപോലുള്ള അനുഭവങ്ങൾ അതിപ്പോൾ സിനിമയും കൂടെ ആയപ്പോഴത്തേക്കിനും അത് ആളെ എക്സ്പീരിയൻസ് ചെയ്തതിനെ ലോകം കൃത്യമായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അതേപോലെ തന്നെയാണ് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ചതി പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പം സന്ദീപ് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, അല്ലാതെ ഒരു നോർമൽ ചിറ്റ്ചാറ്റ് ഷോ പോലെ നമുക്കിതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പറയാനുള്ള ഇതിനകത്ത് സാധാരണ എല്ലായിടത്തും പറയുന്നത് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് ഓപ്പൺ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്ന് സംസാരിക്കുക. ഇത് നമുക്കൊരു ചെറിയൊരു സന്തോഷത്തോടെ വന്ന് പോവുക എന്നതിനേക്കാൾ അപ്പുറം ഹൃദയം തുറന്ന് നിങ്ങൾ സംസാരിക്കുന്നതാണ് എനിക്കെപ്പോഴും വേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിന് നമുക്ക് കേൾക്കേണ്ടത്. ഇത് കുറച്ച് പേര് കണ്ടാലും ആ കാണുന്ന കുറച്ച് പേർക്ക് നമ്മളുടെ ജീവിത സാഹചര്യം, നമ്മൾ അനുഭവിച്ചു പോയ കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് മാത്രമാണ് മഞ്ജു വാണിയെ ഞാൻ ഓപ്പൺ ഹാർട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ അനുഭവങ്ങൾ മുഴുവൻ പറഞ്ഞു. ഇപ്പോൾ ആ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ അനുഭവങ്ങൾ, വിഷമങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ബോഡി ഷെയ്മിങ് പേഴ്സണലി നേരിട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം എൻ്റെ കുട്ടിക്കാലത്ത് പല രീതിയിലുള്ള ഒരു കുഞ്ഞിൻ്റെ മനസ്സിനെ നോവിച്ചിട്ടുള്ള വാക്കുകളാവാം, ഇൻസിഡൻസ് ആവാം, അതെല്ലാം കോർത്തിണക്കിയിട്ട് ഞാനൊരു ഷോർട്ട് സ്റ്റോറി കമ്പൈലേഷൻ ഞാൻ എഴുതി പകുതി അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വാണിയമ്പറമ്പത്തെ കാക്കത്തമ്പുരാട്ടി എന്നാണ് ആ പുസ്തകത്തിന് ഞാൻ പേര് വെച്ചിരിക്കുന്നത്. അല്ല, അത് കാക്കത്തമ്പുരാട്ടി എന്നുള്ള വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്, നിറവുമായിട്ടും ഒക്കെ. പക്ഷെ കാക്കത്തമ്പുരാട്ടിയാണ്. അപ്പോൾ അത് വാണിയമ്പറമ്പത്തെ കാക്കത്തമ്പുരാട്ടി ആയിരുന്നു ആ കുട്ടി. ഞാൻ ഇന്നും എന്നെ ഒരു കുഞ്ഞിലെ ഞാനൊരു പ്രിൻസസ് ആയിട്ട് ഞാൻ എന്നെ കണ്ടിട്ടുള്ള, ഇന്ന് ഞാൻ എന്നെ ഒരു ക്വീൻ ആയിട്ടാണ് കാണുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ക്വീൻ. സീരിയസ്ലി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.